പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കനക്കുന്നു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ദിവസങ്ങളായി തുടരുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ മേഖലയെ മാത്രമല്ല, ലോകത്തെ ആകമാനം വലിയ ആശങ്കയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരുഭാഗത്തും കനത്ത നാശനഷ്ടങ്ങളും ജീവഹാനിയും സംഭവിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ സംയമനം പാലിക്കാൻ ഇരു കൂട്ടരോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇസ്രയേൽ ഇറാനുമായി നടത്തിയ വ്യോമാക്രമണങ്ങളാണ് ഈ സംഘർഷത്തിന് തിരികൊളുത്തിയത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണങ്ങളെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ് ഇസ്രയേൽ വിശേഷിപ്പിച്ചത്. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ കണക്കനുസരിച്ച് 330-ലധികം മിസൈലുകൾ ഉപയോഗിച്ച് 100-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. ഇറാന്റെ ആണവ പദ്ധതിക്ക് തടയിടുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. നദൻസിലെ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റിന്റെ ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും മറ്റ് ആണവ കേന്ദ്രങ്ങളിലും ആക്രമണങ്ങൾ നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേലിന്റെ ഈ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്കകം ഇറാൻ തിരിച്ചടിച്ചു. ഇസ്രയേലിന്റെ പ്രധാന നഗരങ്ങളായ ടെൽ അവീവ്, ജെറുസലേം എന്നിവിടങ്ങളിലേക്ക് മിസൈലുകൾ വർഷിച്ച് ഇറാൻ ശക്തമായ പ്രത്യാക്രമണം നടത്തി. ഇസ്രയേലിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും 63 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം മിക്ക മിസൈലുകളും തടഞ്ഞെങ്കിലും ചിലത് ലക്ഷ്യത്തിലെത്തി നാശനഷ്ടങ്ങൾ വരുത്തി. ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ നടപടികളെ ശക്തമായി അപലപിച്ച് ചൈന രംഗത്തെത്തിയിട്ടുണ്ട്. ചൈനയുടെ UN അംബാസിഡർ ഫു കോങ് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കുറ്റപ്പെടുത്തി. ഇറാനെതിരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതാണെന്നത് ആശങ്കാജനകമാണ്. ഇത് അതിരുകടന്ന പ്രവൃത്തിയാണെന്നും ഫു കോങ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ ചൈന ഒറ്റക്കെട്ടായി എതിർക്കുന്നുവെന്നും ഇസ്രയേൽ നടപടികളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് ചൈനയ്ക്ക് വലിയ ആശങ്കയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ സൈനിക നടപടികൾ ഉടനടി നിർത്തണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടേഴ്സും ഈ വിഷയത്തിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ അദ്ദേഹം പ്രത്യേക ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. UN ചാർട്ടർ അനുസരിച്ച് അംഗരാജ്യങ്ങൾ പ്രവർത്തിപ്പിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ ഇരുപക്ഷവും പരമാവധി സംയമനം പാലിക്കണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നും UN ആവശ്യപ്പെട്ടു. അറബ് പാർലമെന്റും പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചു വരുന്ന സൈനിക നടപടികളെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനിലെ നദാൻസ് ആണവ കേന്ദ്രത്തിൽ ചോർച്ച ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ ആണവ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്നാണ് ചോർച്ചയുണ്ടായത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തലവൻ റാഫേൽ ഗ്രോസി നദാൻസിലെ ഉപരിതലത്തിലുള്ള സമ്പുഷ്ടീകരണ പ്ലാന്റ് നശിപ്പിക്കപ്പെട്ടു എന്നും റേഡിയോളജിക്കൽ മലിനീകരണം സംഭവിച്ചിട്ടുണ്ടെന്നും UN രക്ഷാസമിതിയെ അറിയിച്ചിട്ടുണ്ട്. ഇത് ആണവ വ്യാപനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ്. റഷ്യയും ഇസ്രയേലിന്റെ നടപടികളെ ശക്തമായി അപലപിച്ചു. റഷ്യൻ UN അംബാസിഡർ വാസിലി നെബെൻസിയ ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ മേഖലയെ ഒരു വലിയ ആണവ ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് പറഞ്ഞു. ഇത് UN ചാർട്ടറിന്റെയും അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഗുരുതരമായ ലംഘനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അമേരിക്ക ഇസ്രയേലിന് പിന്തുണ നൽകുകയും ഇറാന്റെ മിസൈലുകളെ തടയാൻ സഹായിക്കുകയും ചെയ്തു. ഇസ്രയേലിന്റെ നടപടികൾ അതിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശമാണെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഈ സംഘർഷം പശ്ചിമേഷ്യൻ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ ആശങ്കയിലാണ്. സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങുന്നുവെന്ന ആശങ്ക വ്യാപകമാണ്. ഇത് ആഗോള എണ്ണവിലയും വ്യാപാരത്തെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന ഈ സംഘർഷാവസ്ഥ ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. സമാധാനപരമായ ചർച്ചകളിലൂടെയും നയതന്ത്രപരമായ ഇടപെടലുകളിലൂടെയും മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിക്കൂ. ഇസ്രയേലും ഇറാനും സംയമനം പാലിച്ച് സംഘർഷം കൂടുതൽ വഷളാകാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് സമാധാനപരമായ ഒരു പരിഹാരത്തിനായി സമ്മർദ്ദം ചെലുത്തേണ്ടത് അനിവാര്യമാണ്.